നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകി ഇതുമായി ബന്ധപ്പെട്ട ലോഗോ പ്രസിദ്ധീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിലക്കിക്കൊണ്ട് കേരള സർവകലാശാല VC ഉത്തരവിട്ടത്. ഇൻതിഫാദ എന്ന പേരോ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ലോഗോയോ ഉപയോഗിക്കരുത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം അതിൽ നീക്കം ചെയ്യണമെന്നും VC കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇൻതിഫാദ ലോഗോയ്ക്കെതിരെ വലിയ രീതിയിൽ വ്യാപകമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് VCയുടെ ഉത്തരവ് എന്നും ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. അതായത് ഇൻതിഫാദ എന്നത് തുടച്ചു നീക്കുക എന്നർത്ഥം വരുന്ന ഒരു അറബി പദമാണെന്നും ഇത് ഹമാസ് തീവ്രവാദികളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നും നമുക്കറിയാം. ഈ രീതിയിൽ ഇസ്രായേലിൽ നിന്ന് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും ഒക്കെ തുടച്ചു നീക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അർത്ഥത്തിലാണ് ഹമാസ് ഭീകരവാദികൾ ഇൻതിഫാദ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശത്തിന് പ്രതിഷേധമെന്ന നിലയിലാണ് ഈ മുദ്രാവാക്യം എടുത്തുപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് സഖാക്കളുടെ ന്യായീകരണം. പക്ഷേ ഇസ്രായേലിൻ്റേത് അധിനിവേശമല്ല, അത് പ്രത്യാക്രമണമാണ് എന്ന് നമുക്കറിയാം. മനുഷ്യത്വത്തിന് നിരക്കാത്ത വലിയ പ്രാകൃതമായ ഒരു ഭീകരാക്രമണം അത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇസ്രായേലിനെതിരെ ഈ ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയിരുന്നു. അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിൻ്റെ നേരെയുള്ള സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിലും മറ്റും ആക്രമണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനും അതിനെ വിമർശിക്കാനും ഒക്കെയാണ് ഇൻതിഫാദ എന്ന മുദ്രാവാക്യം കേരള കലോത്സവ വേദിയിൽ അല്ലെങ്കിൽ കേരള കലോത്സവത്തിന് പേരായി നൽകിയത് എന്നുമാണ് ഈ ലോഗോയും അതുപോലെ തന്നെ പേരും ചിട്ടപ്പെടുത്തിയവരുടെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം VCക്ക് സ്വീകാര്യമായിരുന്നില്ല, അതിൽ VC തൃപ്തനായിരുന്നില്ല. കാരണം ഇത്തരത്തിലൊരു മതഭീകരവാദ സംഘടന ഉയർത്തുന്ന മുദ്രാവാക്യം അത് സ്കൂൾ കലോത്സവത്തിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായും ഇന്ത്യയിൽ നിലവിലുള്ള മതസൗഹാർദ്ദം തകർക്കാൻ കാരണമാകും. സ്വതവേ സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിലെ സംഘർഷം എന്തുകൊണ്ടാണ് സമാധാന ഭൂമിയായ ഭാരതത്തിലേക്കും അതുപോലെ തന്നെ കേരള സമൂഹത്തിലേക്കുമൊക്കെ കൊണ്ടുവരുന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. മാത്രമല്ല, ഈ ലോഗോയിൽ എന്തിനാണ് ഇസ്രായേലിൻ്റെ ഭൂപടം വരച്ചു വച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിനും ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ഇസ്രായേലിൻ്റെ ഭൂപടം ഇതിൽ ഉൾപ്പെടുത്തിയത് അനുചിതമാണ് എന്ന രീതിയിൽ റിപ്പോർട്ട് നൽകിയതും അത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും തത്വമയി ന്യൂസാണ്. ഈ ഒരു ഇന്ത്യയുമായി സൗഹൃദ ബന്ധമുള്ള ഒരു സുഹൃത് രാഷ്ട്രത്തിൻ്റെ ഭൂപടവും അതിൻ്റെ അടുത്തായി അവരുടെ ശത്രു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ഭീകര സംഘടനയുടെ മുദ്രാവാക്യവും എഴുതി വച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിദേശ ബന്ധത്തിന് വിഘാതമാകുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് തത്വമയി ന്യൂസായിരുന്നു. ആ റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലുണ്ടായത്. ഈ VCയുടെ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലിലൂടെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. അതായത് ഇത്തരത്തിൽ മറ്റൊരു വിദേശ രാജ്യവുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൗരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ലോഗോയിൽ വരച്ചു ചേർത്തിരിക്കുന്നതൊക്കെയും ഈ അസംബന്ധങ്ങളൊക്കെയും അത്തരത്തിലുള്ളതാണ്, ഗുരുതരമായ നിയമലംഘനമാണ് എന്നത് ആഭ്യന്തര മന്ത്രാലയം ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി ദേശീയ സംഘടനകൾ ഈ ഇൻതിഫാദ മുദ്രാവാക്യത്തിനെതിരെ VCക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം ഒടുവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ കൂടി ചേരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനം വന്നത്. എന്തായാലും കേരളത്തിൽ എന്തും കാട്ടിക്കൂട്ടാം എന്ന ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണത്. മാർച്ച് 7-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കലോത്സവത്തിന് ഇനി പേര് കേരള സർവകലാശാല കലോത്സവം എന്ന് തന്നെയായിരിക്കണം എന്ന് VC കർശനമായി ഉത്തരവിറക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.